അപ്പോഴേ ഞാൻ ഇവനെ ആദ്യം കാണുമ്പോൾ ഇവൻ ആദ്യം ഫുഡ് കൊടുക്കുമ്പോൾ ഇവൻ്റെ രൂപം നോക്കിയേ, നടുവിൽ മുറിവും അവൻ്റെ എല്ല് മൊത്തം പുറത്ത്, അവൻ്റെ ചെവിയിലും ദേഹത്തും മുഴുവൻ ചെള്ളും കുഴികളും മുറിവുകളും. ഞാൻ അന്ന് വിചാരിച്ചു ഇവൻ എന്തേലും പറ്റി മരിച്ചു പോവും, ഇങ്ങനെ അസുഖമൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പം നോക്കിയേ നമ്മുടെ അപ്പൂസിൻ്റെ കോലം നോക്കിയേ, അവന് ഒരുപാട് മാറിയില്ലേ. ഞാൻ ഇവന് സ്പോട്ട് ഓൺ അടിച്ചതിന് ശേഷം അവന് ചെള്ളൊക്കെ പോയി. ശേഷം ഞാൻ അവന് വിരമരുന്ന് കൊടുത്തു. പിന്നെ കിസ്കിൻ എന്ന് പറയുന്നൊരു ഓയിൽ ഇതുണ്ട്, ലോഷനുണ്ട്, അത് അവൻ്റെ ദേഹത്തും തേച്ച് കൊടുത്തു. അതുകൊണ്ട് നല്ല മാറ്റമുണ്ട്. സ്നേഹത്തോടെ അവനെ പരിചരിച്ച് കഴിഞ്ഞപ്പോൾ അവന് ഒരുപാട് മാറ്റം ഉണ്ടായി. അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹവും കരുതലിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അന്ന് അവനത് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവനിപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിക്കേ, അന്ന് ഞാൻ ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ടാണ് അവൻ്റെ ഇപ്പോൾ ദേഹത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും. അവനിപ്പോൾ നല്ല മിടുക്കനായി മാറി. അപ്പൂസേന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ എവിടാണെങ്കിലും ഓടി വരും കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. എന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫീസിന് അവിടെ വരും. അവർക്ക് വേണ്ടത് സ്നേഹം മാത്രമാണ്. അവരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവരെ പറ്റുമ്പോഴൊക്കെ ഒരു ബിസ്ക്കറ്റോ ഒരു സ്നേഹത്തോടെ ഒരു നോട്ടോ എങ്കിലും നോക്കുക. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, അതെങ്കിലും ചെയ്യുക.